നമുക്കൊരു 5 മിനിറ്റ് കൂടെ നോക്കാം അല്ലേ? ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തിയറീസ് ഓഫ് ഫെയിലിയറിന്റെ പ്രോബ്ലം ഒക്കെ എന്തായാലും ആ ഒരു 3 ടൈപ്പ് മാത്രമാണ് മെയിനായിട്ട് നിങ്ങൾക്ക് വരുന്ന കേസുകൾ. അപ്പൊ ആ കേസുകൾ കംപ്ലീറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം കവർ ചെയ്തു. അപ്പൊ ആ ലാസ്റ്റത്തെ വീഡിയോ കൂടെ ഒന്ന് നോക്കുക. ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ, 2 ഡിഫറെന്റ് പ്രോബ്ലത്തിന്റെ. അപ്പൊ അതും കൂടെ നോക്കുക. സിമ്പിൾ ആണ്, അതും കൂടെ ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. ഇക്വേഷൻസ് ഒന്നും ബൈഹാർട്ട് ഒഴിക്കണ്ട, ഞാൻ പറഞ്ഞു ഡാറ്റാ ബുക്കിലുണ്ട്. ആ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാനത് ഒന്നുകൂടെ പറയാം. കിട്ടിയ എല്ലാവർക്കും കിട്ടിയാ? ഇവിടെ ഇല്ല എല്ലാവർക്കും കിട്ടിയാ? ഡാറ്റാ ബുക്ക് കിട്ടിയാ? കിട്ടിയോ? ഡാറ്റാ ബുക്ക് കിട്ടിയോ ഇല്ലയോ? കിട്ടിയാ? അതെയാ? നമുക്ക് എത്രയും പെട്ടെന്ന് പിന്നെ ഡാറ്റാ ബുക്ക് പേജിലേക്ക് പോകാം. എല്ലാവരും ഒന്ന് കൺഫേം ചെയ്യണം. ഒന്ന് ഗ്രൂപ്പിൽ നിന്ന് കൺഫേം ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഡാറ്റാ ബുക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്തിട്ട് പറയണം. സൗരവ് ഒന്ന് എല്ലാവരോടും ചോദിച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്ത് പറയണേ. എല്ലാവർക്കും ഡാറ്റാ ബുക്ക് കിട്ടിയോ എന്ന്. ഡാറ്റാ ബുക്ക് ബേസ്ഡ് പ്രോബ്ലത്തിലേക്ക് കൂടെ നമുക്ക് കടക്കാം. ഓക്കെ, എല്ലായിടത്തും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ. നമുക്ക് 1 മിനിറ്റ് കൂടെ നോക്കാം, എന്നിട്ട് ഇല്ലെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ? കേൾക്കുന്നില്ല അല്ലേ? ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് തുടങ്ങിയേക്കാം. ബാക്കിയുള്ളവർ വരുന്ന പോലെ വരട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം തിയറീസ് ഓഫ് ഫെയിലിയറിന് നമുക്ക് ഈ ഒരു സെക്കൻഡ് മോഡ്യൂളിനെ നമുക്ക് ബ്രോഡ്ലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് തിയറീസ് ഓഫ് ഫെയിലിയറിന്റെ ഒരു ഏരിയ ആണ്, അത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. രണ്ടാമത്തത് ഫറ്റീഗ് ആണ്. ഓക്കെ, ഫറ്റീഗ് ഫെയിലിയേഴ്സ് ആണ്. അപ്പൊ ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫറ്റീഗിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഓക്കെ, എന്താണ് ഫറ്റീഗ്, എങ്ങനെയാണ് ഫറ്റീഗ് ഫെയിലിയേഴ്സ് സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാം. കുറച്ച് ലെങ്തി ടോപ്പിക്കാണ്, പക്ഷെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് പലതും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫറ്റീഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ലൈഫിൽ എപ്പോഴും ആവശ്യം ഉണ്ടാവുന്ന തരത്തിലുള്ള ടോപ്പിക്കാണ് ഫറ്റീഗ്. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇല്ലേ? പറ്റുന്നില്ലേ? ഹലോ? യെസ്, ഫൈൻ. ഓക്കെ, ഇല്ലേ? ലാഗിങ് ഉണ്ടോ? എടാ, എന്താണ് പറഞ്ഞത്? ഹലോ? ഇല്ലല്ലോ. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഈസ് ടു ലേൺ അബൌട്ട് ഫറ്റീഗ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഓൺ ഫറ്റീഗ്. ഓക്കെ, അപ്പൊ ഫറ്റീഗ് എനിക്കറിയാം, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പലർക്കും ഫറ്റീഗ് എന്താണെന്നൊരു ഒരു ജനറൽ ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഫറ്റീഗിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോഡിംഗ് കണ്ടീഷൻസിനെ കുറിച്ച് അറിയാനുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ലോഡിനെ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, വൺ ഈസ് യുവർ സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് ഡൈനാമിക് ഓർ വേരിയബിൾ ലോഡ്. ഓക്കെ, ಯಾರೋ ಮೈಕ್ ಓನ್ ಆಗಿರೋಣ, ഒന്ന് ഓഫ് ആക്കണേ. ഹലോ?
Hello. Akshay, ഒന്ന് മൈക്ക് സ്വിച്ച് ഓഫ് ചെയ്യണേ. Akshay. Okay. Okay. So നമുക്ക് ലോഡിനെ ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, വൺ ഈസ് കോൾഡ് സ്റ്റാറ്റിക് ലോഡ് ആൻഡ് ദ അതർ വൺ ഈസ് കോൾഡ് ഡൈനാമിക് ഓർ വേരിയബിൾ ലോഡ്. എന്തായിരിക്കും സ്റ്റാറ്റിക് ലോഡ്, എന്താണ് വേരിയബിൾ ലോഡ്, എന്താണ് നിങ്ങളുടെ ഒരു സജഷൻ എന്തായിരിക്കും? എന്താണ് സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷൻ? എനിവൺ? കോൺസ്റ്റന്റ് ആപ്ലിക്കേഷൻ ഓഫ് ലോഡ് സ്റ്റാറ്റിക്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, അത് ഫുള്ളി കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ് ഇസ് പാർഷ്യലി കറക്റ്റ്. ഓക്കെ, കോൺസ്റ്റന്റ് ആണ് അല്ലെ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ വേർഡ് മീനിങ് തന്നെ പറയുന്നത് ഇറ്റ് ഇസ് കോൺസ്റ്റന്റ് ടൈപ്പ് ഓഫ് ലോഡിങ് അല്ലെ. പക്ഷെ ഇവിടെ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. റൈറ്റ്. സോ ലോഡ് സ്റ്റാറ്റിക് ആണെന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ സ്റ്റാറ്റിക് ആവണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വൺ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്. നമുക്ക് സ്റ്റാറ്റിക് ലോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫോഴ്സ് എന്നും പറയാം അല്ലെ. ലോഡിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാറ്റിക് ഫോഴ്സ് എന്നും കൂടെ വേണമെങ്കിൽ term ചെയ്യാൻ പറ്റും. റൈറ്റ്. So a static load is a type of load where the magnitude direction and the point of application of load is constant with respect to time. അങ്ങനെയാണെങ്കിൽ അത് ടൈപ്പ് ലോഡിനാണ് നമ്മൾ സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷൻ എന്ന് പറയാം. ഓക്കെ, ഇൻ ജനറൽ പറഞ്ഞപ്പോൾ സൗരവ് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. പക്ഷെ ഒരു അപ് ടു സർട്ടൻ ലിമിറ്റ് വരെ മാത്രം. നമുക്ക് ആൻസർ കറക്റ്റ് ആവണമെങ്കിൽ, അത് കംപ്ലീറ്റ്ലി കറക്റ്റ് ആവണമെങ്കിൽ, അത് നമുക്ക് മൊത്തം നമുക്ക് ഒരു ഡെഫിനിഷൻ പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ഡെഫിനിഷനിൽ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് പറയണമെന്നില്ല. പക്ഷെ അതില് പിന്നെ പറയുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റാറ്റിക് ലോഡ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക എന്ന് വെച്ചാൽ, എപ്പോഴാണോ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, എപ്പോഴാണോ അതിന്റെ ഡയറക്ഷൻ, എപ്പോഴാണോ അത് അപ്ലൈ ചെയ്യുന്ന പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ, if it is constant with respect to time, then such type of a loading is called a static load. Okay, for example, നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു എക്സാമ്പിൾ ആണ് കാന്റിലിവർ ബീം അല്ലെ. So for a cantilever beam, if I am applying a constant load P along the center of gravity. Okay, if I am applying a load along the center of gravity P. Okay, അപ്പൊ ഈ ഒരു കേസ് നമുക്ക് നോക്കാം. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റിക് ലോഡിംഗ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ആവുന്നത് നോക്കാം. ഓക്കെ, സോ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആണ് അല്ലെ. കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഇസ് P അല്ലെ. ഫോർ എക്സാമ്പിൾ ഈ P നമുക്ക് 10 ന്യൂട്ടൺ ആവാം, 20 ന്യൂട്ടൺ ആവാം, 30 ന്യൂട്ടൺ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ബട്ട് ഫോർ എ പെർട്ടിക്കുലർ അറ്റ് എ പെർട്ടിക്കുലർ പീരീഡ് അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്ന ലോഡ് ആ ഒരു 10 കിലോ ന്യൂട്ടൺ ആണെങ്കിൽ അത് തന്നെയാണ് ത്രൂ ഔട്ട്. റൈറ്റ്. സോ ദ ലോഡ് അപ്ലൈഡ് ഇസ് P. ഓക്കെ, ആൻഡ് ദ ഡയറക്ഷൻ is constant with respect to time. Yes, same direction തന്നെയാണ് ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലെ. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, സെയിം ഡയറക്ഷനിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്ലൈ ചെയ്ത പോയിന്റ് ഓഫ് അപ്ലിക്കേഷനും സെയിം ആണ് അല്ലെ. Point of application is same along the center of gravity and apply. Okay, right. So this type of a loading condition, it is called as static loading condition. Okay, അപ്പോൾ നമ്മൾ ഇതുവരെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആയാലും ഡിസൈനിലൊക്കെ ആയാലും ഇതുവരെയുള്ള എല്ലാം പഠിച്ചത് സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷൻസിന്റെ പ്രോബ്ലംസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ MOS പഠിച്ച എല്ലാ കാര്യങ്ങളും സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷനിലേക്ക് വരും. ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷൻ നമുക്കിപ്പോ ഒരു ലോഡ് വേഴ്സസ് ടൈം ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യാണെന്ന് വിചാരിക്കണം. ഓക്കെ, സോ ലെറ്റ് ദിസ് ബി യുവർ ലോഡ് along x-axis, let it be time. ലോഡ് വേഴ്സസ് ടൈം ഗ്രാഫിൽ ഞാൻ ഇതിനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എങ്ങനെയായിരിക്കും? ഒന്ന് ഊഹിച്ചിട്ട് പറഞ്ഞു. എങ്ങനെയായിരിക്കും ഗ്രാഫിന്റെ നേച്ചർ? എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, കേർവ് ആയിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് നോക്കി. വെറുതെ ഗസ് ചെയ്യരുത്, ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെയായിരിക്കും അത് വരിക? എങ്ങനെയായിരിക്കണം അത് വരേണ്ടത്? ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഡ് ആണ് അല്ലെ. അതിന്റെ എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലെ. ഓക്കെ, ശരിയല്ല. എങ്ങനെയായിരിക്കും സ്ട്രെയിറ്റ് ലൈൻ? പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ, നല്ലൊരു ഗസ്സാണ്. വൈഷ്ണവ് ആലോചിച്ച് എങ്ങനെയാണെന്ന് ഞാൻ പറയാം.
എന്താണ് മാഗ്നിറ്റ്യൂഡ്, ഞാൻ പറഞ്ഞു മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെ. ഫോർ എക്സാമ്പിൾ 10 കിലോമീറ്റർ ആണ് ഞാൻ അപ്ലൈ ചെയ്തെങ്കിൽ ഇനിഷ്യൽ 10 കിലോമീറ്റർ ആണ്, ടൈം 5 സെക്കൻഡ് ആയപ്പോൾ 10 കിലോമീറ്റർ ആണ്, 10 സെക്കൻഡ് ആയപ്പോൾ 10 കിലോമീറ്റർ ആണ്, അങ്ങനെ 1 മിനിറ്റ് ആയപ്പോൾ 2 മിനിറ്റ് ആയാലും 3 മിനിറ്റ് ആയാലും എപ്പോൾ നോക്കിയാലും അത് 10 കിലോ ന്യൂട്ടൺ തന്നെയാണ് അതിൽ അപ്ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പോ ഊഹിച്ചത് ശരി തന്നെ, അതൊരു കോൺസ്റ്റന്റ് ലൈൻ ആണ്. അപ്പോൾ നമുക്കിപ്പോ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ പലരും ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ ഇത് ഒരു ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെ. പക്ഷെ അതും പാർഷ്യലി കറക്റ്റ് ആണ്, അതും കംപ്ലീറ്റ്ലി കറക്റ്റ് അല്ല. അത് എപ്പോഴാണ് കറക്റ്റ് ആവുക ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആക്ച്വൽ ഗ്രാഫ് എന്ന് പറയുന്നത്, ഇതൊരു നമ്മളെ എന്താ പറയുക കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാംസിനൊക്കെ നമ്മളെ ട്രിക്ക് ചെയ്ത് നമ്മളെ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത്. ഓക്കെ, ഇതിന്റെ ഗ്രാഫിന്റെ നേച്ചർ ഇതാ ഇങ്ങനെയാണ് വരിക. എങ്ങനെയാണ്, എന്തുകൊണ്ടാന്ന് പറയാം. ഇനീഷ്യലി ഇവിടെ അപ്ലൈ ചെയ്യുന്ന ലോഡ് 0 ആണ് അല്ലെ. എന്നിട്ടാണ് അതിന്റെ മുകളിൽ എന്ത് വരുന്നത്, പി എന്നുള്ളൊരു ലോഡ് അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, പി എന്നുള്ളൊരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവണം, ഈ ലോഡ് 0 ഒന്ന് പി വരെ പോണം അല്ലെ. ഡയറക്റ്റ് പി എന്ന് പൊട്ടി മുളക്കുന്നില്ല ഇവിടെ അല്ലെ. 0 ഒന്ന് പി എന്നുള്ള പോയിന്റിൽ വരെ എത്തിയതിനു ശേഷമാണ് ഇത് കോൺസ്റ്റന്റ് ആവണം അല്ലെ. അപ്പൊ അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇനീഷ്യലി ദാറ്റ് വാരീസ് യൂണിഫോംലി വാരി ചെയ്ത് ഇങ്ങനെ വന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റ്, അതിനുശേഷം വൈഷ്ണവ് പറഞ്ഞ പോലെ ഇറ്റ് ഇസ് കോൺസ്റ്റന്റ്. ഓക്കെ, അതിനുശേഷം ദ ലോഡ് ഈസ് കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഫോർ ദ ഗ്രാഫ് ഫോർ സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷൻ, ലോഡ് വേഴ്സസ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇതാണ് അതിന്റെ ലോഡ് നേച്ചർ. ഇത് നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് പിന്നീട് ഉപകാരപ്പെടും. നമുക്ക് ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് ഉപകാരപ്പെടും. പലപ്പോഴും ഡിഫറെന്റ് ഗ്രാഫിന്റെ നേച്ചർ തരും. അപ്പൊ നമ്മൾ കണ്ണും പൂട്ടി എന്ത് ചെയ്യും, ലോഡ് വേഴ്സസ് ടൈം ഗ്രാഫ് ആണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറയും. ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ഓപ്ഷൻ അതിൽ ഉണ്ടാവും, അത് തന്നെ നോട്ട് ചെയ്യും, ഇങ്ങ് വരും. റൈറ്റ്, ബട്ട് ആക്ച്വലി ഇറ്റ് ഇസ് റോങ്. റൈറ്റ്. അപ്പോ അങ്ങനെയാണെങ്കിൽ എന്താണ് വേരിയബിൾ ലോഡിംഗ് അല്ലെങ്കിൽ എന്താണ് ഡൈനാമിക് ലോഡിംഗ് എന്ന് നോക്കാം അല്ലെ. അപ്പൊ ഇനി ഇത് പറയാൻ എളുപ്പമാണ് അല്ലെ. നമ്മൾ സ്റ്റാറ്റിക് ലോഡിംഗ് പറഞ്ഞു. എപ്പോഴാണ് ലോഡ് സ്റ്റാറ്റിക് ആവുക, വെൻ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ആസ് വെൽ ആസ് ദ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ലോഡ് ഇസ് കോൺസ്റ്റന്റ്. അപ്പോഴാണ് അതൊരു സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷൻ ആവുക. ഓക്കെ, ഇനി എപ്പോഴാണ് അതൊരു ഡൈനാമിക് ലോഡിംഗ് കണ്ടീഷൻ ആവുക ചോദിച്ചാൽ വെൻ 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 ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ തന്നെ അതൊരു ഡൈനാമിക് ലോഡിംഗ് കണ്ടീഷൻ ആയി. ഓക്കെ, ഇതിൽ എല്ലാം മാറണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് മാറിയാൽ വെൻ മാഗ്നിറ്റ്യൂഡ് ഓർ ഡയറക്ഷൻ or the point of application of load varies with time. Okay, with the time, if there is a variation in the magnitude, in the direction or the point of application of load, then such type of a loading condition is called dynamic loading or variable loading condition എന്ന് പറയും. ഫൈൻ, ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് Yes, ചെയ്യാം. sir. യെസ്, ഓക്കെ, ഫൈൻ, റൈറ്റ്. ഓക്കെ, അപ്പോ നമുക്കിനി ഞാൻ ഇവിടെ പറഞ്ഞു ഇതിൽ ഏതെങ്കിലും മാറിയാലും ഇതൊരു വേരിയബിൾ ലോഡിംഗ് കണ്ടീഷൻ. അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്ന് വേരി ചെയ്യുന്ന ഓരോ കണ്ടീഷൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് കേസ് ആയിട്ട് എടുക്കാം. വെൻ മാഗ്നിറ്റ്യൂഡ് വാരീസ് ആൻഡ് ഡയറക്ഷൻ ഈസ് കോൺസ്റ്റന്റ്. ഒരു എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഉണ്ടോ മനസ്സിൽ? മാഗ്നിറ്റ്യൂഡ് വാരി ചെയ്യും പക്ഷെ ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആണ്, ഒരു വേരിയബിൾ ലോഡിംഗ് കണ്ടീഷൻ. മാഗ്നിറ്റ്യൂഡ് വാരി ചെയ്യുന്നു, ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആണ്. നമ്മുടെ ലൈഫിൽ കാണുന്ന എക്സാമ്പിളുകൾ തന്നെയാണ്, പക്ഷെ നമുക്കത് പലതും ഇതാണ് അത് എന്ന ഒരു കണക്ഷൻ കിട്ടാത്തതിന്റെ പ്രശ്നങ്ങളാണ് വേറെ. എന്തെങ്കിലും സജഷൻ ഉണ്ടോ? എങ്ങനെ, എന്തായിരുന്നു പറഞ്ഞ? പക്ഷേ പറഞ്ഞോ, എക്സാക്ട്ലി അതെ, കറക്റ്റ് എക്സാമ്പിൾ ആണത് അല്ലെ. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. എന്താണ്, ഒരു ബ്രിഡ്ജിന്റെ മുകളിലൂടെ ഒരു വെഹിക്കിൾ പോകുന്ന ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാം അല്ലെ. എനിക്ക് വണ്ടി വരക്കാന്ന് അറിയില്ല, ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ഒരു ബ്രിഡ്ജിന്റെ മുകളിലൂടെ ഒരു വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഒരു കണ്ടീഷൻ നോക്കാം. ഓക്കെ, സി ദ വെഹിക്കിൾ ഇഫ് സപ്പോസ് ഇറ്റ് ഇസ് ട്രാവലിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതായിരിക്കും. സോ ദ ഡയറക്ഷൻ ഇസ് കോൺസ്റ്റന്റ് അല്ലെ. ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാല്, ഈ ഒരു പോയിന്റിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടോട്ടൽ ലോഡ് ഉണ്ട്, ഇതിന്റെ ടോട്ടൽ
ഹലോ സാർ, ഞാൻ കേൾക്കുന്നില്ല. ഹലോ, അടിച്ചു പോയാ? ഹലോ, സൗരവില്ലെങ്കിലോ? ഹലോ 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 ഹലോ, ഹലോ ഹലോ. സാർ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾ ഈ ലാസ്റ്റ് പറഞ്ഞവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? കണക്ഷൻ പോയിനാ? ഇപ്പൊ വന്നതാ. ഇപ്പൊ ചോദിച്ചാ കേട്ടെ. ആ ബ്രിഡ്ജിന്റെ കേസ് പറയുന്നവർ ഉണ്ടായിരുന്നോ? അല്ല, പ്രശ്നമില്ലല്ലോ. ആ ഓക്കെ ഓക്കെ പോയാ അറിയിക്കണേ. ഓക്കെ റൈറ്റ്. സോ ഹിയർ so the bridge in a condition പറഞ്ഞു the magnitude varies and the direction is constant, അല്ലേ? So it is a classic example. Okay, അപ്പോൾ സിമിലർലി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ആലോചിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ. കാണുന്നില്ല? ഒരു സെക്കൻഡ് ഞാൻ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാണുന്നില്ലേ? ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ ഫൈൻ, യെസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസ് ഇസ് എ ബ്രിഡ്ജ്, അല്ല? ബ്രിഡ്ജിന്റെ മുകളിലെ വെഹിക്കിൾ പോകുന്നൊരു കണ്ടീഷനാണ്, റൈറ്റ്? നോ, അടുത്തൊരു ഒരു സിമ്പിൾ എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ക്ലാസിക് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ സ്പ്രിങ്ങുകൾ അല്ലെങ്കിൽ ഷോക്ക് അബ്സോർബേഴ്സ് ഇൻ വെഹിക്കിൾസ്. ഓക്കെ, ഇറ്റ്സ് എ ക്ലാസിക് എക്സാമ്പിൾ ഫോർ ദിസ് കണ്ടീഷൻ. ഓക്കെ, ഷോക്ക് അബ്സോർബേഴ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഷോക്ക് അബ്സോർബേഴ്സിന്റെ കേസിൽ അത് എപ്പോഴും സെയിം ഡയറക്ഷനിലേക്കാണ്. കംപ്രഷൻ മാത്രമാണ് അതിൽ വരുന്ന ലോഡ്, അല്ല ടെൻഷൻ അല്ല, കംപ്രഷൻ മാത്രമേ ഉള്ളൂ. ആൻഡ് കംപ്രഷൻ ഇസ് ആക്ടിങ് ഇൻ സെയിം ഡയറക്ഷൻ, സെയിം ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് നമ്മൾ എപ്പോഴും പിന്നെ സ്പ്രിങ്ങിന്റെ മേലിൽ വരുന്ന കംപ്രഷൻ, അല്ലെ? പക്ഷേ ഈ വരുന്ന ലോഡ് ഇറ്റ് വാരീസ് ഫ്രം ടൈം, അല്ലെ? ചിലപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു എൻഫീൽഡിന്റെ എന്താ പറയാ, അതിന്റെ സീറ്റ് എടുക്കാം, അല്ലെ? ഷോക്ക് അബ്സോർബർ അതൊരു ഷോക്ക് അബ്സോർബർ ആണ്, അല്ല? അതിന്റെ പുറകിലെ 2 സ്പ്രിംഗ് ആണ് അതിന്റെ അതിൽ വരുന്ന ലോഡിന്റെ ഷോക്ക് എല്ലാം അബ്സോർബ് ചെയ്യുന്നത്, റൈറ്റ്? സി അതിന്റെ കേസിലും ദ ഫോഴ്സ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്, അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ബട്ട് എന്താ
അതെ മാഗ്നിറ്റ്യൂഡ് പല സമയത്ത് ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ പിന്നെ കുറച്ചു നേരം ചിലപ്പം ഒന്ന് എണീറ്റ് നിന്ന് വണ്ടി ഓടിക്കുകയാണ്, അല്ല എണീറ്റ് നിന്ന് പറഞ്ഞാൽ ഫുൾ ലോഡ് വരില്ല. നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇരിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ലോഡ് ഡിഫറെന്റ് ആയിരിക്കും, കുറച്ച് പുറകിലേക്ക് ഇരിക്കുമ്പോൾ വരുന്ന ലോഡ് ഡിഫറെന്റ് ആയിരിക്കും. സോ ആസ് ടൈം ഗോസ് ദ വാല്യൂ അല്ലെങ്കിൽ ദ ലോഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഓക്കെ, so it's a very good example for so for shock absorber is a very good example for a dynamic or variable loading condition. Okay, അപ്പൊ അതുപോലുള്ള എല്ലാ സ്പ്രിങ്ങുകളും അല്ലെ ഒരു വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ വാൾവ് സ്പ്രിംഗ് ഇൻ ഐസി എഞ്ചിൻ ഇസ് എൻ എക്സാമ്പിൾ. ഓക്കെ, വാൾവ് സ്പ്രിങ്സ് in IC engine is an example. Okay, so all these are subjected to varying loads. Okay, varying loads magnitude varies. Okay, now the second condition, second type എന്ന് പറയുന്നത് it is second type എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നോട്ട് ചെയ്യാണ്. second type എന്ന് പറയുന്നത് when magnitude is constant and direction changes, direction varies. For example, ആലോചിച്ച് നോക്കിയേ, magnitude is constant and direction changes. Magnitude is constant and direction changes. ഇത് പലപ്പോഴും ഒരു ഡിഫറെന്റ് പല പല കാര്യങ്ങളിൽ ഞാൻ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. Magnitude is constant and direction varies. കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷെ ഡയറക്ഷൻ വാരി ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു വേരിയബിൾ ലോഡ് ഉണ്ടാവും. ഇല്ല, ഇവിടെ ഇല്ലേ കട്ടായിട്ടില്ലല്ലോ? ആ അതെ, എക്സാക്ട്ലി അല്ലെ, റൊട്ടേറ്റിംഗ് മാസസ് വരുന്ന കേസാണ്. റൈറ്റ്, ഓക്കെ, ഗുഡ്. ഇപ്പോ ഞാൻ പറയാം, നമ്മൾ ഓൾറെഡി മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us suppose you have a shaft connected to a bearing and it is having a pulley in the center. Okay, ഒരു പുള്ളി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഷാഫ്റ്റ്, അതിന്റെ രണ്ട് എൻഡിൽ ബെയറിംഗ് ആണ്. നൗ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ ആണെങ്കിൽ, ഇഫ് ദിസ് ഈസ് റൊട്ടേറ്റിംഗ്, വാട്ട് ഹാപ്പൻസ് ഇസ്, ഇത് ഈ വെയിറ്റ് കൊണ്ട് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇത് ഇതുപോലെ അങ്ങ് ബെൻഡ് ആവും അല്ലെ, ഇങ്ങനെ ബെൻഡ് ആവും. ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത പേജിൽ വരക്കാം. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ, വെൻ magnitude is constant and direction changes, അല്ലെങ്കിൽ direction varies in a condition, right? So you have a shaft connected to a bearing, അതില് you have a pulley, right? So ഈ പുള്ളിയുടെ ലോഡ് കൊണ്ട് as time passes what happens is shaft ഇതുപോലെ അങ്ങ് ബെൻഡ് ആവും, ശരിയല്ലേ? സെന്ററിൽ ഷാഫ്റ്റ് ഇതുപോലെ അങ്ങ് ബെൻഡ് ആവും. ഫൈൻ, ഇതിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ നമുക്ക് ഇവിടെ വരക്കാം. ഇത് ക്രോസ് സെക്ഷൻ വ്യൂ ആണ്, സർക്കുലർ ഷാഫ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്, ഇതിന്റെ ഡയറക്റ്റ് ക്രോസ് സെക്ഷൻ. റൈറ്റ്, നൗ ഇഫ് സപ്പോസ് ലെറ്റ് ദിസ് ബി മൈ ടോപ്പ് പോർഷൻ. ഓക്കെ, ഇത് നമുക്ക് എ എന്ന് മാർക്ക് ചെയ്യാം, ഇത് ബോട്ടം പോർഷൻ ആയിക്കോട്ടെ, ഇത് ബി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. See, and this one is rotating, അല്ലെ? This one is rotating, continuous rotation ആണ്. Now ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ, this A is actually subjected to compression, ശരിയല്ലേ? അല്ലെ? എ എന്നുള്ള പോയിന്റ് എന്താണ്, അത് ബെൻഡ് ആകുമ്പോൾ ടോപ്പ് ലേയേഴ്സ് എല്ലാം ഇറ്റ് ഇസ് ഗെറ്റിംഗ് കംപ്രസ്ഡ്, റൈറ്റ് ഓർ റോങ്? അല്ലെ, റൈറ്റ്. ആൻഡ് സിമിലർലി ദ പോയിന്റ് ബി is subjected to tension, അല്ലെ? It is subjected to tension എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ടോപ്പ് പോർഷൻ കംപ്രഷൻ ആണ്, ബോട്ടം പോർഷൻ ടെൻഷൻ ആണ്, റൈറ്റ്? നൗ when this is rotating, ഇത് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങിയാൽ, ഇതൊരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബി എന്നുള്ള പോയിന്റ് എവിടെ എത്തും? ടോപ്പിലെത്തും. എ എന്നുള്ള പോയിന്റ് എവിടെ എത്തും? ബോട്ടത്തിലെത്തും, ശരിയല്ലേ? എ എന്നുള്ള പോയിന്റ് ബോട്ടത്തിലെത്തും, ബി എന്നുള്ള പോയിന്റ് ടോപ്പിലെത്തും. അപ്പൊ എന്ത് സംഭവിച്ചു? എ എന്നുള്ള പോയിന്റ് ആദ്യം കംപ്രഷൻ ആയിരുന്നു, പക്ഷെ ഒരു റൊട്ടേഷൻ കഴിയുമ്പോഴേക്ക് എ എന്നുള്ള പോയിന്റ് എന്തായി? ടെൻഷനായി. ബി എന്നുള്ള പോയിന്റ് കംപ്രഷനായി, റൈറ്റ്? സോ ദാറ്റ് മീൻസ് വിത്ത് ഈച്ച് റൊട്ടേഷൻ, ഓരോ റൊട്ടേഷൻ വരുമ്പോഴും എന്ത് ചെയ്യും? ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് അതിൽ ആക്ട് ചെയ്യുന്ന
സ്ട്രെസ് അല്ലെങ്കിൽ അതിലെ ടെൻഷൻ കംപ്രഷൻ വിൽ വാരി ആൾട്ടർനേറ്റീവ്ലി അല്ലെ, അല്ലെങ്കിൽ മാറിക്കൊണ്ടേയിരിക്കും അല്ലെ. ആദ്യം ടെൻഷൻ ആയിരിക്കും, പിന്നെ കംപ്രഷൻ ആവും, അത് വീണ്ടും ടെൻഷൻ ആവും, വീണ്ടും കംപ്രഷൻ ആവും. സോ ദാറ്റ് മീൻസ് ദ മാഗ്നിറ്റ്യൂഡ്, ഇവിടെ എന്താ സംഭവിക്കുന്നത്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഡ് ആക്ടിങ് ഈസ് കോൺസ്റ്റന്റ് അല്ലെ. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആക്ട് ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡ് എന്താ, ഈ പുള്ളിയുടെ വെയിറ്റ് ആണ് അല്ലെ, പുള്ളിയുടെ വെയിറ്റ് കൊണ്ട് ഇവിടെ വരുന്ന ഫോഴ്സ് ആണ് അല്ലെ. സോ ദ മാഗ്നിറ്റ്യൂഡ് ഈസ് കോൺസ്റ്റന്റ് ബട്ട് ദ ഡയറക്ഷൻ ഈസ് കണ്ടിന്യൂസ്ലി വാരിങ് അല്ലെ. ഡയറക്ഷൻ ടെൻഷൻ ആണെങ്കിൽ അത് പോസിറ്റീവ് ഡയറക്ഷൻ ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആണ് നമ്മൾ ആസ് പെർ സൈൻ കൺവെൻഷൻ എടുക്കുക. നേരെ മറിച്ച് രണ്ടാമത്തെ സ്ഥലത്ത് കംപ്രഷൻ ആണ്, ഡയറക്ഷൻ ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ബട്ട് the magnitude is constant. So this is a very good example for a varying load where the magnitude is constant and the direction varies. Right. ഈ കേസാണ് നമ്മൾ, ഈ ഒരു പെർട്ടിക്കുലർ കേസാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫാറ്റീഗിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയും ഫാറ്റീഗിന്റെ കേസിൽ വരുമ്പോൾ. കാരണം ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ എൻഡ്യൂറൻസ് ലിമിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ എൻഡ്യൂറൻസ് ലിമിറ്റ് ഒക്കെ നമ്മൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നതൊക്കെ ഇത് ബേസ് ചെയ്തിട്ട് ഒരു എക്സ്പെരിമെന്റ് വഴിയാണ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. Now the third case is when magnitude is constant, direction is constant, but the point of application varies. ഒരു എക്സാമ്പിൾ പറഞ്ഞേ, നിങ്ങൾ ഓൾറെഡി ഇത് കണ്ട എക്സാമ്പിൾ ആണ്, നിങ്ങൾ ഓൾറെഡി ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കേ, എന്തെങ്കിലും ആലോചിച്ച് നോക്കേ. But the magnitude is constant, direction is constant, but the point of application varies. Any guess? സർ ഇമ്പാക്ട് ടെസ്റ്റ്. ഇമ്പാക്ട് ടെസ്റ്റിന്റെ കേസിൽ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്, ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ പോയിന്റ് ഓഫ് അപ്ലിക്കേഷനും അതില് സെയിം അല്ലേ, സെയിം പോയിന്റിലല്ലേ വരാം അതിന്റെ ഓരോ കേസിലും. സെന്ററും പിന്നെ ഡിഫറെന്റ് രണ്ട് ടൈപ്പ് ഇമ്പാക്ട് ടെസ്റ്റ്. അത് ഐസോഡ് ചാർപ്പി, പക്ഷെ ഒരേ മെറ്റീരിയലിന്റെ കേസിൽ പിന്നെ നമ്മൾ അടുത്ത മെറ്റീരിയൽ വെക്കില്ലേ, ഡിഫറെന്റ് മെറ്റീരിയൽ അല്ലേ. ചാർപ്പി ടെസ്റ്റ് ആകുമ്പോൾ നമ്മൾ വേറെ മെറ്റീരിയൽ വെക്കും, ഐസോ ടെസ്റ്റ് ആകുമ്പോൾ വേറെ മെറ്റീരിയൽ വെക്കും. അത് രണ്ടും രണ്ട് ഓറിയന്റേഷനിലായിരിക്കും, കേസുകളിലായിരിക്കും. അതല്ല, അതിലും ക്ലാസിക് ആയിട്ട് എക്സാമ്പിൾ ഉണ്ട്. ഇല്ല, കാലേക്ക് നമ്മള് ലേത്തിൽ ചെയ്യുന്ന കാര്യങ്ങളോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലേത്തിൽ നമ്മൾ ടേണിംഗ് ഓപ്പറേഷൻ ചെയ്യും അല്ലെ, ടേണിംഗ് ഓപ്പറേഷൻ. അപ്പൊ ഇതിങ്ങനെയാണ് നമ്മൾ ടൂൾ ഇങ്ങനെ ഉണ്ടാവുക. ഇതാണ് എന്റെ വർക്ക് പീസ്. നൗ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യും, ദിസ് വിൽ റൊട്ടേറ്റ് അല്ലെ, റൊട്ടേറ്റ് ചെയ്യും ആൻഡ് ദ ടൂൾ വിൽ മൂവ്. ഓക്കെ, സി ഇവിടെ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം, കാരണം ടൂൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, നൗ ഡയറക്ഷൻ ഇസ് കോൺസ്റ്റന്റ് അല്ലെ, ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനും കോൺസ്റ്റന്റ് ആണ്. ഈ പോയിന്റ് ടിപ്പാണ് അതിൽ അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ ഇസ് കോൺസ്റ്റന്റ്, മാഗ്നിറ്റ്യൂഡ് ഇസ് കോൺസ്റ്റന്റ്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഈസ്, നമ്മൾ ലേത്തിൽ എന്താ ചെയ്യുക, ഈ ടൂളിനെ വിൽ മൂവ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് അല്ലെ, നമ്മൾ ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്യും. Right, so that means the point of application in this case is varying. Right, so this is a very classic example for this third condition where the magnitude is constant, direction is constant, whereas the point of application varies. Okay, so ഈ മൂന്ന് തരത്തിലും ഈ തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഒരു വേരിയേഷൻ വന്നത്, ഇതിപ്പോ ഒരു ബ്രോഡ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കണ്ടു. ഓക്കെ, അപ്പൊ എപ്പോഴാണ് വേരിയബിൾ ആവാന്ന് വെച്ചാൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് വേരിയബിൾ ആയി കഴിഞ്ഞാൽ you will get a variable load. Okay, now the stress produced by this variable load, okay, the stress produced by this variable load is called a variable stress or adane fluctuating stresses ennum parayum, okay, variable stresses, or it is also called the fluctuating stresses. Okay, clear ano ഇതിലുള്ള കൺസെപ്റ്റ്? ഇത് പറഞ്ഞതുപോലെ ക്ലിയർ ആണോ? ഇതൊരു ഒരു ജനറൽ കേസ് മാത്രമാണോ? അയ്യോ, ഒരു സെക്കൻഡ്, ഞാൻ ഓൾറെഡി ഉള്ള പിപിടിന്റെ മുകളിലാണ് എഴുതി കളഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസിനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഓക്കെ, എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസ്,
എന്തൊക്കെ ടൈപ്പ് മോഡൽസ് ആണുള്ളത് ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസിന്റെ കേസിൽ. ഹൗ വിൽ വി ലേൺ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസ്. ഓക്കെ, അതിൽ എങ്ങനെ ഏതാണ് ഫാറ്റീഗ്, ഇതുപോലുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മളിപ്പം നോക്കാൻ പോവാണ്. ഓക്കെ, റൈറ്റ്. Okay, so നമുക്ക് fluctuating stresses in detail നോക്കാം. Now, normally, it is observed that about 80% of failures of mechanical components are due to fatigue failure. Okay, അപ്പോൾ നമ്മള് പിന്നെ സ്റ്റാറ്റിക് ഫെയിലിയേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ഫറ്റീഗ് ഫെയിലിയറിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് എപ്പോൾ ഫെയിൽ ആവുന്നു. കാരണം ഈ മെറ്റീരിയൽ ഫറ്റീഗ് ഫെയിലിയേഴ്സ് സംഭവിക്കുന്നത് നമ്മൾ ഈൽഡ് സ്ട്രെസ്സിൽ താഴെയുള്ള ഒരു പോയിന്റിലാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഞാനിപ്പോ പണ്ടേ പറഞ്ഞു, നമുക്ക് ബ്രിട്ടിൽ മെറ്റീരിയലും ഡക്റ്റൈൽ മെറ്റീരിയലും എടുക്കുകയാണെങ്കിൽ ബ്രിട്ടിൽ മെറ്റീരിയൽ പല സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് ഫീൽ ആവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൽ എപ്പം ഒരു ക്രാക്ക് വീണ് കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് മൊമെന്റ് ഇറ്റ് വിൽ ഫീൽ. നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ, നമ്മൾ ചോക്ക് അല്ലെ, ചോക്ക് ചെയ്യാൻ പിടിച്ച് വലിക്കുന്ന സമയത്ത് അത് എത്ര ലോഡ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അതിൽ എപ്പോഴാണോ ഒരു ചെറിയ ക്രാക്ക് ഉള്ളത്, ഒരു ക്രാക്ക് ഫോം ചെയ്താൽ അടുത്ത മൊമെന്റിൽ അത് ഫെയിൽ ആയി. ഞാൻ ചെറിയൊരു ലോഡേ കൊടുക്കുന്നുണ്ട്, അടുത്ത മൊമെന്റിൽ അത് 2 പീസായിട്ട് ബ്രേക്ക് ചെയ്യും. അതെ, ഒരു മിനിമം ഒരു 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 ലോഡ് കിട്ടിയാൽ മതി ആ ക്രാക്ക് അങ്ങ് വളർന്നു പോകാൻ വേണ്ടിയിട്ട്. അല്ലേ, പക്ഷെ അതേ സമയത്ത് ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ അത് വലിഞ്ഞിട്ടാണ് പൊട്ടുക. അല്ലെ, അത് വലിഞ്ഞ് നമുക്ക് മനസ്സിലാവും ഇത് എപ്പോ ഫെയിൽ ആവും, ഏതാണ്ട് എപ്പോ ഫെയിൽ ആവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെയും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഫറ്റീഗ് വന്നു കഴിഞ്ഞാൽ, സൈക്ലിക് ലോഡിങ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസ് അവിടെ വന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഈൽഡ് സ്ട്രെസ്സിൽ താഴെ തന്നെ ഫെയിൽ ആവും. എന്ന് വെച്ചാൽ ഏതാണ്ട് നമ്മളെ ബ്രിട്ടിൽ മെറ്റീരിയലിനെ പോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ ആവും അതിന്റെ ഫെയിലിയർ. ഓക്കെ, സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വെരി റിസ്കി ആണ്. നമ്മൾ ഒരു സ്ഥലത്തും ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൺസ്ട്രെയിൻസ് വരും. ഓക്കെ, അപ്പൊ ഈ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ എയർക്രാഫ്റ്റ് ഉണ്ട്, അതേപോലെ ഓട്ടോമൊബൈൽസിന്റെ എല്ലാം കേസിൽ ഇത് നമുക്ക് അറിയണം ഇത് എത്ര കാലം ഇത് നിൽക്കുന്നവരാണോ, അല്ലെങ്കിൽ അതൊരു വലിയ റിസ്കി അഫെയർ ആയിരിക്കും അതിൽ എയർക്രാഫ്റ്റിൽ ട്രാവൽ ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പൊ ഈ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഫറ്റീഗിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്തുന്നത്. ഓക്കെ, കാരണം ഇൻ ഡീറ്റെയിൽ ഫാറ്റീഗ് സ്റ്റഡീസ്, ഫാറ്റീഗ് പഠിക്കാനുള്ള ലാബ് ഫെസിലിറ്റീസിലൊക്കെ ഫണ്ടിങ് ഒക്കെ കൂടുതലും ചെയ്യുന്ന എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആണ്. റൈറ്റ്, ഓക്കെ, ആൻഡ് it was observed that 80% of failures in mechanical components occurs due to fatigue failure. Right. So, therefore, to understand this, or to learn or study this fluctuating stresses, നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്ട്രെസ് ടൈം റിലേഷൻഷിപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സ്ട്രെസ് വാരിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസിനെ ഡിഫറെന്റ് കാറ്റഗറൈസ് വരെ ചെയ്യാം. അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ സൈൻ കർവ് ആണ്. അത് എങ്ങനെയാണെന്നൊക്കെ പറയാം. ഓക്കെ, സോ യുവർ സൈക്ലിക് സ്ട്രെസ്സസ് യു ക്യാൻ ക്ലാസിഫൈ സൈക്ലിക് സ്ട്രെസ്സസ് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസ്. ഓക്കെ, നമുക്ക് രണ്ട് ടേമും പറയാം, സൈക്ലിക് സ്ട്രെസ്സസ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ തന്നെ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസ് എന്ന് പറയാം. ഞാൻ പ്രത്യേകിച്ച് ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസ് കൊടുക്കാഞ്ഞത് ഇതിന്റെ ഒരു കാറ്റഗറിയിൽ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് തന്നെയാണ് വരിക. ഓക്കെ, ഓർ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസ്. ഓക്കെ, സോ ദി സൈക്ലിക് സ്ട്രെസ്സസ് പറഞ്ഞാൽ ദ സ്ട്രെസ് ഇസ് വാരിയിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, cyclic stresses can be classified as three categories. Okay, 3 കാറ്റഗറി ആയിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ശരിക്കും ഫ്ലക്ച്വേറ്റിംഗ് ഓർ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സസ് തന്നെയാണ്. ഓക്കെ, and the second one is repeated stresses, and the third one is reversed stresses. Okay, അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കേസ് ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസ് ആണ്. റൈറ്റ്, അപ്പോൾ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതെല്ലാം പ്ലോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യൂസിങ് സ്ട്രെസ് വേഴ്സസ് ടൈം ഗ്രാഫ് ആണ്. സ്ട്രെസ് വേഴ്സസ് ടൈം ആണ്. സോ വാട്ട് ഹാപ്പൻസ് ടു സ്ട്രെസ് ആസ് ദ ടൈം ഗോസ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇത് കൺസെപ്റ്റ് നോക്കുന്നത്. ഓക്കെ, സോ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസിന്റെ കേസിൽ ഇതാണ് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ഹാവിംഗ് എ ഫൈനൈറ്റ് മാക്സിമം സ്ട്രെസ്. ഓക്കെ, നമുക്ക് ഈ ഒരു സൈൻ കർവിനെ നമുക്ക് 3 തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് അറ്റ് സം ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ്, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പ്ലോട്ട് ചെയ്യാം. അല്ലെങ്കിൽ എക്സ് ആക്സിസിന് അതിന്റെ മിനിമം ലെവൽ മീറ്റ് ചെയ്യുന്ന പോലെ വേണമെങ്കിൽ പ്ലോട്ട് ചെയ്യാം. അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ അതിന്റെ സെന്റർ പോയിന്റ് വരുന്ന രീതിയിലും പ്ലോട്ട് ചെയ്യാം. ഈ 3 ഓപ്ഷനേ ഉള്ളൂ നമുക്കൊരു സൈൻ കർവിനെ പ്ലോട്ട് ചെയ്യാൻ. അത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് 3 ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസിന്റെ കേസിൽ ഇറ്റ് ഈസ് പ്ലോട്ടഡ് എബോവ് ദ എക്സ് ആക്സിസ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹാവിംഗ് എ ഫൈനൈറ്റ് മാക്സിമം സ്ട്രെസ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഹാവിംഗ് എ ഫൈനൈറ്റ് മിനിമം സ്ട്രെസ്. റൈറ്റ്, ഒരു ഫൈനൈറ്റ് മാക്സിമം സിഗ്മ മാക്സ് ഉണ്ട്, മിനിമം സിഗ്മ മിനിമം ഉണ്ട്. റൈറ്റ്, നൗ ദ സെക്കൻഡ് കാറ്റഗറി ഈസ് റിപ്പീറ്റഡ് സ്ട്രെസ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ഒരേ ഡയറക്ഷനിൽ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫ്രം 0 to maximum. ഓക്കെ, ഇവിടെ മിനിമം സ്ട്രെസ് എന്ന് പറയുന്നത്
your minimum stress is 0. Okay, repeated stress in the case, your minimum stress will be 0 and you will have a finite maximum stress. Fine. And the third category is reversed stress. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ റിവേഴ്സ്ഡ് സ്ട്രെസ്സസിൽ വരുന്നതാണ്. എന്ന് വെച്ചാൽ പുള്ളി ഷാഫ്റ്റ് സബ്ജക്ട് വിത്ത് എ പുള്ളി അറ്റ് ദ സെന്റർ. ഓക്കെ, റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് വിത്ത് എ പുള്ളി അറ്റ് ദ സെന്റർ ഒക്കെ റിവേഴ്സ്ഡ് സ്ട്രെസ്സസിൽ വരുന്ന കേസാണ്. നമ്മൾ ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കേസ്. ഓക്കെ, സോ റിവേഴ്സ്ഡ് സ്ട്രെസ്സസിന്റെ കേസിൽ യു വിൽ ഹാവ് എ ഫൈനൈറ്റ് സിഗ്മ മാക്സ്, ഓക്കെ, ആൻഡ് എ ഫൈനൈറ്റ് സിഗ്മ മിനിമം, ബട്ട് ദി സിഗ്മ മാക്സിമം വിൽ ബി ഈക്വൽ ടു സിഗ്മ മിനിമം. ഓക്കെ, രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അതിന്റെ ഇത് നെഗറ്റീവ് ആക്സസ് ആയതുകൊണ്ട് മൈനസ് ആയിരിക്കും ഇതിന്റെ വാല്യൂ വരിക. പക്ഷെ ഫൈനൈറ്റ് ആയിരിക്കും, പക്ഷെ സിഗ്മ മാക്സ് വിൽ ബി ഈക്വൽ ടു സിഗ്മ മിനിമം. ഓക്കെ, ഇതാണ് അതിന്റെ കണ്ടീഷൻ. ഓക്കെ, നൗ അപ്പൊ ഇതിനെ എല്ലാത്തിനും നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ടെർമിനോളജീസ് കൊണ്ടുവരാണ്. ഓക്കെ, വൺ ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്. ഓക്കെ, നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പുതിയ ടെർമിനോളജീസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ടേക്ക് ഫറ്റിഗ് പഠിക്കുന്ന സമയത്ത് ഇത് വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. രണ്ട് പുതിയ ടെർമിനോളജി കൊണ്ടുവരാണ്. വൺ ഈസ് കോൾഡ് amplitude stress, and the second term is this one, mean stress. Okay, ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. വൺ ഈസ് യുവർ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് യുവർ മീൻ സ്ട്രെസ്. ഓക്കെ, സോ ഓരോ കേസിലും സിഗ്മ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, സിഗ്മ മീൻ ഉണ്ട്. ഇത് രണ്ടും എന്താണെന്ന് ഞാൻ അടുത്ത ക്ലാസ് പറയാം. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സും മീൻ സ്ട്രെസ്സും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഫറ്റീഗ് ഫെയിലിയേഴ്സിന്റെ കേസിലേക്ക് വരാം. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് നമ്മൾ ഇന്ന് ടൈം 9:07 ആയി. റൈറ്റ്, ഓക്കെ, സോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. റൈറ്റ്, അറ്റൻഡൻസ് എടുക്കാം. അറ്റൻഡൻസ് പറഞ്ഞോ. അഭിരാം, Present sir, present sir. അബിൻ, Present sir. ആദർശ്, Present sir. ആദർശ്, Present sir. അക്ഷയ്, Present sir. ആൽബിൻ, Present sir. ആൽബിൻ, അമൽ, Sir. Present sir. അമൽ കെ സന്തോഷ്, അമലം, Present sir. അമലം, Present sir. അനന്തു, അനുരാഗ്. എടാ അനന്തു പറഞ്ഞോ? അനന്തു ഇല്ല. അനുരാഗ്, Present sir. അനുരാഗ്, Present sir. ആശ്രയ്, Present sir. അശ്വിൻ, Present sir. ഭഗത്, ഡിജിൻ, Present sir. ഫസീദീൻ, Present sir. ജിജോ, ജിതിൻ, കാർത്തികേയൻ, Present sir. ഓക്കെ, മൃദുൽ, Present sir. രാഹുൽ, സൂരജ്, സൗരവ്, Present sir. ശ്രീരാഗ്, Present sir. വൈശാഖ്, വൈഷ്ണവ് സി കെ, Present sir. വൈഷ്ണവ് പി കെ, അല്ലേ? വസീം, ദിനിൽ, Present sir. ജിഷ്ണു,
വിഷ്ണുമോഹൻ, പ്രസന്റ് സാർ. നിഖിൽ,